പാരൻസ് നമ്മുടെ കൂടെയുള്ള ധൈര്യം അത് വല്ലാത്തൊരു ധൈര്യം തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാത്ര പറഞ്ഞ് പോകുന്ന ഈ ഒരു നിമിഷം ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ ഒരു സമയത്താണെങ്കിലും ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല അവർ പോകുവാണെന്നുള്ള ആ ഒരു റിയാലിറ്റി എൻ്റെ മനസ്സ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ വീട്ടിലെത്തി കഴിയുമ്പോഴായിരിക്കും ഞാനത് റിയലൈസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്തായാലും നല്ല ഗ്രേറ്റ്ഫുള്ളാണ് ദൈവത്തോട്. കാരണം ഒരു മകളെന്ന നിലയിൽ എനിക്ക് ഇവരെ ഈ ഒരു നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചതിൽ ഒത്തിരി നന്ദി പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്നെപ്പോലൊരാൾക്ക് ഒരിക്കലും അർഹിക്കാവുന്നതിലും അപ്പുറമാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. ചില വേർപിരിയൽ നല്ലതിനാണെന്ന് പറയില്ലേ. ഇപ്പോൾ നമ്മൾ അപ്പായും അമ്മയും ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഡബ്ലിൻ എയർപോർട്ടിൽ നിൽക്കുവാണ്. അവരെ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞിട്ട് വീൽ ചെയർ അസിസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ. വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെ ആയിരുന്നു. വെയിറ്റ് കൂടുതലൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ചില അനുഗ്രഹങ്ങൾ വൈകുമ്പോൾ നമ്മൾ ചിന്തിക്കും അതെന്താ ഇപ്പം നടക്കാത്തതെന്ന്. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സ് വരാൻ വേണ്ടിയിട്ടാണ് ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ താമസിക്കുന്നത്. ഒത്തിരി സങ്കടപ്പെടുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ സമയം കടന്നു പോകുന്നേ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ട്രസ്റ്റ് ഇൻ ഗോഡ്, എല്ലാം പുള്ളിക്കാരനെ സമർപ്പിക്കുക. അങ്ങനെ ചെക്കിൻ എല്ലാം കഴിഞ്ഞിട്ട് അപ്പായമ്മയും ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് വീൽ ചെയർ അസിസ്റ്റൻസുകാർ വരാൻ വേണ്ടിയിട്ട്.